നമസ്കാരം. ഒരു ക്ലിപ്പ് കേട്ടിട്ട് വാർത്ത തുടങ്ങിയാട്ടോ, അപ്പൊ പെട്ടെന്ന് കണക്ട് ആവും. പി സി ജോർജിന്റെ വാർത്തയാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പിച്ച ഈ തെറ്റുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? ജൂൺ 6-ാം തീയതി ജനം ചാനലിൽ അനിൽ നമ്പ്യാർ നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ മുസ്ലിമുകൾ വർഗീയവാദികളാണെന്നും വർഗീയവാദിയായിട്ടുള്ള മുസ്ലിമുകൾ മാത്രമാണ് ഇപ്പൊ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നും ഇവരോടൊക്കെ അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്ന രീതിയിലുള്ള ഒരു കൊടിയ വിഷമാണ്, വർഗീയ വിഷം തന്നെയാണ് പി സി ജോർജ് തുപ്പിയത്. പിന്നീട് പോലീസ് കേസെടുത്തു. പിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് കുറെ നാൾ മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. ശേഷം ഇന്ന് കോടതിയിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി ചെന്നപ്പോ ഈ മൂപ്പര് പറയാണ് അതെങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട്, ഒരു കയ്യബദ്ധം സംഭവിച്ച കോടതി, അതങ്ങ് വിട്ടുകള. പിന്നെ ഞാനിങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന ഒരു നാണവും മാനവും ഇല്ലാതെ കോടതിയോട് പറയുകയാണ് പി സി ജോർജ്. ടെലിവിഷനിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയത്. ഇത്തരം ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടം എന്താണെന്ന് പി സി ജോർജിന് അറിയില്ലാഞ്ഞിട്ടല്ല. കോടതി അതുകൊണ്ട് തന്നെ തൂക്കിയെടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് പി സി ജോർജിനോട് പറഞ്ഞു, താങ്കൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവല്ലേ, ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ടി വിയിലൂടെ രേഖപ്പെടുത്തുമ്പോൾ കുറച്ചെങ്കിലും ഒരു പക്വത വേണ്ടേ? ഇത് കയ്യബദ്ധമൊന്നുമല്ല, കുറെ ആയല്ലോ ഇങ്ങനെ കയ്യബദ്ധം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ പോലീസ് ഇടപെട്ട് പോലീസ് പറഞ്ഞു, കോടതി ഇതുപോലെ തന്നെയുള്ള 4-5 കേസുകൾ ഈ പി സി ജോർജിന്റെ പേരിലുണ്ട്, നിരവധി തവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് അവിടെ വാദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നല്ല ഗംഭീര പൂട്ടിട്ട കുറ്റപത്രം തന്നെയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. കോടതി അതെടുത്ത ശേഷം പരിഹസിക്കുകയാണ് ചെയ്തത് പി സിയെ നോക്കിയിട്ട്. കയ്യബദ്ധം ഇതിപ്പോ ഒരുപാടായല്ലോ പി സി ജോർജ് എന്ന് തന്നെയാണ് കോടതി ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പി സി ജോർജ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിലൂടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് പി സി ജോർജിന് അറിയാമോ? നിങ്ങളെപ്പോലുള്ള നിരവധി വർഗീയവാദികൾ ഈ നാട്ടിലുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്തരം വർഗീയവാദികൾക്ക് തലപൊക്കാൻ ഇവിടെ അവസരം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വർഗീയതയെ വർഗീയത കൊണ്ട് എടുക്കുന്ന സംസ്കാരമല്ല ഇവിടെ മലയാളികളുടേത്. വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു നിലപാട് എപ്പോഴും നമ്മളൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു രക്തച്ചൊറിച്ചിലും ഒരു വർഗീയ കലാപവും ഒന്നും ഉണ്ടാകാതിരിക്കുന്നതും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾക്ക് തലപൊക്കാൻ കഴിയാതെ പോകുന്നതും. അത്തരം മതനിരപേക്ഷത പേറുന്ന ഒരു മണ്ണിൽ നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റും എന്ന വല്ല തോന്നലും മനസ്സിനകത്തുണ്ടെങ്കിൽ അത് 4ആയിട്ട് മടക്കി പോക്കലിട്ടാൽ മതി എന്നേ പറയാനുള്ളൂ. നിരന്തരം മുസ്ലിം വിഭാഗങ്ങളെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇവിടെ ഒരു രക്തച്ചൊറിച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടി പി സി ജോർജ് ഇത്തരം പണി തുടങ്ങിയിട്ട് കുറെ അധികമായി. പി സി ജോർജ് തുപ്പുന്ന ഈ വർഗീയത അത് അതേപോലെ തന്നെ ക്ലിപ്പാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇയാളുടെ അതേ മനോഭാവമുള്ള മനോവൈകൃതമുള്ള കുറെ വർഗീയവാദികളും ഈ പറയുന്ന സോഷ്യൽ ഇടങ്ങളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല കേട്ടോ. സത്യത്തിൽ പി സി ജോർജ് ഒരു മലയാളിയാണെന്ന് പറയുന്നതിൽ തന്നെ അറപ്പുണ്ട്. പി സി ജോർജ് എന്ന് പറയുന്ന പേര് പറയാൻ തന്നെ അറക്കുകയാണ്. സത്യത്തിൽ ഇവിടുന്ന് നിങ്ങളൊന്ന് പോയി തരാമോ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. ഈ നാടിന് തന്നെ അപമാനമായി, ഈ നാടിന് തന്നെ സത്യത്തിൽ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ് പി സി ജോർജ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2022 സമാനമായ രീതിയിൽ ഒരു വർഗീയ പരാമർശം പി സി നടത്തിയിരുന്നു. അന്ന് പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ട് കൊണ്ടുപോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇയാൾ പഠിച്ചില്ല. അനന്തപുരി മഹാ ഹിന്ദു സമ്മേളനത്തിൽ ഈ മൂപ്പര് പറയുകയാണ്, മുസ്ലിമുകൾ കച്ചവടം നടത്തുന്ന മുസ്ലിമുകളുണ്ടല്ലോ, അവര് പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള മരുന്ന് ബോധപൂർവം ചേർക്കുന്നുണ്ടത്രേ. മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ് അവർ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗീയ പരാമർശം നടത്തി. അന്ന് പോലീസ് തൂക്കിയെടുത്ത് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തൂക്കിയെടുത്ത് അകത്തിട്ട് കൊണ്ടുപോയി നല്ല ചാമ്പിയാമ്പീതാ. പഠിച്ചില്ല. അതിനുശേഷം വെണ്ണലയില് ഒരു ക്ഷേത്രത്തില് ഒരു പരിപാടിക്കിടെ വീണ്ടും വർഗീയ പരാമർശം നടത്തി. അന്നും കേസെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി ആള് പുറത്തിറങ്ങി. പിന്നീട് 2023 നവംബറിൽ ഇദ്ദേഹം വീണ്ടും ഇതുപോലെ തന്നെ വർഗീയത തുപ്പുകയാണ്. അന്ന് പറയാണ്, അതായത് 2060 ആകുമ്പോഴേക്കും രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റും അല്ലെങ്കിൽ മാറും എന്ന അഹങ്കാരത്തിലാണ് ഇവിടുത്തെ മുസ്ലിം ഭീകരവാദികളെന്ന്. ഹിന്ദുവും അതുപോലെ തന്നെ മുസ്ലിമുകളും ഒക്കെ ഇവിടെ കുറഞ്ഞു വരികയാണ്.
ഹിന്ദു മുസ്ലിം പെൺകുട്ടികളൊന്നും പ്രസവിക്കുന്നില്ല, മുസ്ലിം പെൺകുട്ടികൾ 5ഉം 10ഉം ഒക്കെ പ്രസവിച്ചു കൂട്ടിയിട്ട് ഇനി എത്ര എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് അന്ന് പി സി ജോർജ് പ്രസംഗിച്ചത്. പിന്നീടും ഒരു വർഗീയ പരാമർശം നടത്തി. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP തോറ്റപ്പോൾ പറയുകയാണ് അവിടെ സംഭവിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന്. അതിനുശേഷമാണ് ജനം ചാനലിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വർഗീയത തുപ്പുന്നത്. പി സി ജോർജിനെ പോലെയൊക്കെയുള്ള വർഗീയവാദികൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിന് അപമാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇങ്ങേറൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇമാതിരി മാലിന്യമായിട്ടുള്ള, ഇമാതിരി വേസ്റ്റ് ആയിട്ടുള്ള, ഇമാതിരി ഒരു മനസ്സിനകത്ത് അന്ധത ബാധിച്ച ഇത്തരം വൃത്തികെട്ട മനോഭാവമുള്ള ഈ നികൃഷ്ട ജീവിയൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക എന്ന് വിളിക്കാൻ പോലും നമുക്ക് നാണം തോന്നിപ്പോകും. അതായത് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന നാടാണ് നമ്മുടേത്, അല്ലെ? ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. മതനിരപേക്ഷ മനസ്സ് ഒരിക്കലും കളങ്കപ്പെട്ടു പോകാതെ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓടാറ്, അല്ലെ? അപ്പോഴാണ് അതൊക്കെ തകർക്കാൻ വേണ്ടി ഇവനെ പോലുള്ള സംഘികൾ, വർഗീയവാദികൾ വന്ന് ഇമാതിരി പല കാര്യങ്ങളും പുലമ്പുന്നത്. അതൊക്കെ അതേപടി ടെലികാസ്റ്റ് ചെയ്യാൻ ജനം ചാനൽ പോലെ ഒരു വൃത്തികെട്ട ചാനലും. നോക്കൂ, അവർക്കറിയാം അത് പുറത്തു വിട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്നിട്ടും അവരത് പുറത്തു വിടുകയാണ്. അവരുടെ എന്താണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ സംസ്ഥാനത്തിന് പുറത്ത് ഇത്തരം വിക്രിയകൾ കാണിച്ചുകൊണ്ട് സംഘപരിവാരങ്ങൾ പല രീതിയിലുള്ള വർഗീയത അഴിച്ചുവിട്ടുകൊണ്ട് ചില രക്തച്ചൊറിച്ചിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ മണ്ണിൽ വേണ്ട. അത് ഈ മണ്ണിൽ നിങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമം നടത്തിയാലും അതിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രതിരോധിക്കും. അത് അക്രമം കൊണ്ടല്ല, അതിനെ പ്രതിരോധിക്കുക മതനിരപേക്ഷത കൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇദ്ദേഹം ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഈ വർഗീയവാദി ഇത്തരത്തിൽ നിരന്തരം വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട്, ഇത്തരം പല പരാമർശങ്ങൾ നടത്തിക്കൊണ്ട്, മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോഴും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇദ്ദേഹത്തെ അങ്ങനെ അകത്തിടുമ്പോഴും നിയമ കുരുക്കിൽ പെടുത്തുമ്പോഴും ഒക്കെ ഇല്ല, ഞാൻ നന്നാവില്ലപ്പ എന്ന മട്ടിൽ തന്നെ അദ്ദേഹം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അയാളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്ക് നന്നായി തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അദ്ദേഹം എന്താണ് ഇത്തരം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പോലീസ് അതിശക്തമായ രീതിയിൽ തന്നെ ഗുരുതരമായ വകുപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ടുള്ള നല്ല നല്ല സൂപ്പർ ഒരു കുറ്റപത്രം തന്നെയാണെന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോടതിയും കട്ടക്ക് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇവനെയൊക്കെ സത്യത്തിൽ പിടിച്ച് അകത്തിട്ട് ഇനി പുറത്തിറങ്ങാത്ത രീതിയിൽ പൂട്ടുകയാണ് വേണ്ടത്. അതാണ് പറയാനുള്ളത്. അവിടെ കുറച്ച് ആൾ കിടക്കുമ്പോൾ മാത്രമാണ് ഇവനൊക്കെ പഠിക്കുകയുള്ളൂ. പി സി ജോർജ് എന്ന് പറയുന്ന ഇയാൾ ഇത്തരത്തിലൊരു വർഗീയത തുപ്പി രംഗത്തേക്ക് വരുമ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള BJP നേതാക്കൾ പോലും തള്ളി പറയുന്നില്ലല്ലോ പി സി ജോർജിനെ. വർഗീയത പ്രചരിപ്പിക്കരുത്, പറയരുതെന്ന് പോലും പറയുന്നില്ലല്ലോ. ചേർത്ത് പിടിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മിസ്റ്റർ പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. പി സി ജോർജ് ഫാൻസും പി സി ജോർജിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ഇത്തരം മനോഭാവമുള്ള, ഇത്തരം മനോവൈകൃതമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പി സി ജോർജ് അല്ല, പി സി ജോർജിന്റെ അപ്പന്റെ അപ്പം വന്നാലും ദാ ഈ മണ്ണിൽ വർഗീയവാദത്തിന്റെ ഒരു വിത്ത് പോലും നിങ്ങൾക്ക് മുളപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? മതനിരപേക്ഷതയാണ് ഞങ്ങളുടെയൊക്കെ മുഖമുദ്ര. അതുകൊണ്ടാണ് അതിനു മുമ്പിൽ വർഗീയവാദികളായിട്ടുള്ള നിങ്ങൾക്കുള്ള സ്ഥാനം ചവറ്റുകൊട്ടയാണ്.